ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ വിദ്യാർത്ഥിനികൾ രാജ്യമൊട്ടാകെ പല സെന്ററുകളിലായി ഇന്ന് നീറ്റ് പരീക്ഷ എഴുതുകയാണ്. ഇന്ന് ഞാൻ പാലാ ചാവറ സെന്ററിൽ ഞങ്ങളുടെ വിദ്യാർത്ഥിനികളെയും കൊണ്ട് ഒന്ന് പോയിരുന്നു. എന്തൊക്കെയാണ് അവിടുത്തെ മുന്നൊരുക്കങ്ങൾ, എങ്ങനെയാണ് വിദ്യാർത്ഥിനികൾ പരീക്ഷാ സെന്ററിലേക്ക് കയറുന്നതെന്നൊക്കെ കാണാനായിട്ടാണ് ഞാൻ പോയപ്പോൾ അവിടെയുള്ള രക്ഷിതാക്കളുടെ മുഖങ്ങളാണ് എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. രക്ഷിതാക്കളെ കണ്ടപ്പോൾ അവരോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നി. പല രക്ഷിതാക്കളും വളരെ ശാന്തരായി അവരുടെ മക്കളിലുള്ള വിശ്വാസവും അതേ കോൺഫിഡൻസോടുകൂടി തന്നെയാണ് നിന്നതെങ്കിലും കുറച്ച് രക്ഷിതാക്കൾക്കെങ്കിലും ഒരു പക്ഷേ ഞങ്ങളുടെ മക്കൾ എങ്ങനെയായിരിക്കും പരീക്ഷ എഴുതുന്നത്, പഠിച്ചതൊക്കെ അവർ ഓർക്കുമോ, അവർക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെയുള്ള ആശങ്കകൾ, ആകുലതകൾ, വ്യാകുലതകൾ ഇതൊക്കെ തന്നെ പല രക്ഷിതാക്കളുടെയും മുഖത്ത് ഞാൻ വായിച്ചെടുത്തു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി രക്ഷിതാക്കളോട്, ഞാനും ഒരു രക്ഷിതാവാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന്. കഴിഞ്ഞ ഒരു വർഷം തീവ്ര പരിശ്രമത്തിൻ്റെ നാളുകളായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അവർക്ക് പഠിക്കാനുണ്ടായിരുന്ന സിലബസുകൾ. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ലക്ഷക്കണക്കിന് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കോൺസെപ്റ്റുകളും പഠിച്ചാണ് നമ്മളുടെ കുട്ടികൾ പോയത്. പക്ഷേ എങ്കിലും ചില കുട്ടികൾക്കെങ്കിലും ഈ കോൺസെപ്റ്റുകൾ സമയത്ത് ഉപയോഗിക്കാൻ പറ്റാതെ ആവുകയോ എന്തെങ്കിലും കാരണം കൊണ്ട് ടെൻഷനോ ആങ്സൈറ്റിയോ വന്നിട്ട് മറന്നു പോവുകയോ ഇതൊന്നുമല്ല എന്തോ പ്രശ്നത്താൽ പരീക്ഷയിൽ എന്തെങ്കിലും കുറവുകൾ വരാനോ ഉള്ള സാധ്യത തീർച്ചയായും ഉണ്ട്. അപ്പോൾ ഓരോ രക്ഷിതാവും അത് മുന്നിൽ കണ്ടുവേണം പ്രവർത്തിക്കാൻ. കാരണം നമ്മുടെ മക്കൾ ഏറ്റവും സ്ട്രെനുവസ് ആയ ഒരു കണ്ടീഷനിലൂടെ കടന്നുപോയി അവരുടെ ജീവിതത്തിലെ അവരുടെ സ്വപ്നത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു സ്വപ്നം കൈപ്പിടിയിൽ ഒതുക്കാനായി വളരെ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി തിരിച്ചു വരികയാണ്. നമുക്ക് ഒരുപാട് ആകുലതകളും വ്യാകുലതകളും അവരെക്കാളും ഉണ്ടെങ്കിൽ കൂടി ഇവിടെ നമ്മൾ രക്ഷിതാക്കൾ ആത്മസംയമനം പാലിച്ചേ മതിയാകൂ. പരീക്ഷ കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളോട് പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു എന്ന ഒരു ചോദ്യത്തിനപ്പുറം എന്തുകൊണ്ട് നീ എഴുതിയില്ല, നീ ഇത്രയും പഠിച്ചതല്ലേ, ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ എളുപ്പമായിരുന്നു, നീ മാത്രം എന്തേ ഡിഫിക്കൽട്ടി ലെവൽ പറയുന്നു, എന്താണ് നീ അങ്ങനെ ചെയ്യാത്തത്, ഇത്രയും കാശ് ചിലവാക്കിയതല്ലേ, നിന്നെ ഞാൻ അവിടെ വിട്ടതല്ലേ, നിന്നെ ഞാൻ ഇവിടെ വിട്ടതല്ലേ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ദയവ് ചെയ്ത് ഇന്ന് നമ്മുടെ മക്കളോട് നമുക്ക് പറയാതിരിക്കാം. കാരണം വളരെ ടെൻഷനേറിയ കുറേ നിമിഷങ്ങൾക്ക് ശേഷം എത്രയൊക്കെ പഠിച്ചവരാണെങ്കിലും എത്ര കോൺഫിഡൻസോടുകൂടി പോയവരാണെങ്കിലും നമ്മുടെ കുഞ്ഞു മക്കളാണ്. അവരുടെ ടെൻഷൻ കഴിഞ്ഞ് മെജോറിറ്റി കുട്ടികളും വളരെ റിലാക്സ്ഡ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ടായിരിക്കും ഇറങ്ങി വരുന്നത്. എങ്കിൽ കൂടി അതിലും വളരെ കുറച്ച് ശതമാനം ആൾക്കാർ അവർക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ പേടിച്ചോ സങ്കടപ്പെട്ടോ അച്ഛൻ്റെയും അമ്മയുടെയും പൈസ ഞാൻ കളഞ്ഞല്ലോ എന്നോ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും വിചാരിച്ച പോലെ എനിക്ക് എഴുതാൻ പറ്റിയില്ലെന്നോ, അല്ലെങ്കിൽ ഞാൻ പഠിച്ചതുപോലെ ഇത്രയും നന്നായിട്ട് ഞാൻ പഠിച്ചിട്ടും ഇത്രയും നന്നായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടും എനിക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ലെന്നോ കരുതി വരുന്ന വളരെ ചെറിയൊരു ശതമാനം കുട്ടികളെങ്കിലും തീർച്ചയായും ഉണ്ടാകും. അവരുടെ രക്ഷിതാക്കളോട് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ തന്നെ പറയുകയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇന്ന് അവരോട് ഒരു കമൻറ്റുകളും പറയാതിരിക്കാം. കുഞ്ഞ് നിങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ടായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തുന്നത്, ചിലപ്പോൾ വിതുമ്പിക്കൊണ്ടായിരിക്കും, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും, ചിലപ്പോൾ കരഞ്ഞ് വിളിച്ചുകൊണ്ടായിരിക്കും. ഏത് ഭാവത്തിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നാലും സാരമില്ല മക്കളെ, ഞങ്ങളുണ്ട്, ഒരു കുഴപ്പവുമില്ല, നമുക്കിനിയും നേടാൻ, നമുക്ക് മുന്നോട്ട് നടക്കാൻ ഒരുപാട് വഴികളുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ സ്വീകരിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകാം, നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം, പക്ഷേ അതൊന്നും തന്നെ ഇന്ന് നമ്മുടെ മക്കളോട് നമുക്ക് ഡിസ്കസ് ചെയ്യാതിരിക്കാം. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നാളെ നിങ്ങൾ കൊടുക്കുന്ന ഈ ഒരു സപ്പോർട്ട്, നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ ഈ ഒരു അപ്രോച്ച് തീർച്ചയായും അവളെ അല്ലെങ്കിൽ അവനെ മുന്നോട്ടുള്ള പാതയിൽ വളരെ ആത്മവിശ്വാസത്തോടെ നടക്കാൻ സഹായിക്കും. അപ്പോൾ ദയവ് ചെയ്ത് ഇന്ന് നമുക്ക് നമ്മുടെ മക്കൾ എന്ത് റിസൾട്ടാണോ എന്ത് റെസ്പോൺസാണോ നിങ്ങളോട് പറയുന്നത്, അതെന്ത് തന്നെ ആയാലും നമുക്ക് അവരോടൊപ്പം ചേർന്ന് നിന്ന് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.